ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വീട്ടിൽ പോവാം. ഇവിടെ ഓട്ടോ ഒന്നുമില്ല 2 ദിവസമായിട്ട്. വ്യോമപാതയൊക്കെ അടച്ചുകൊണ്ട് എയർപോർട്ടിലൊന്നും ഫ്ലൈറ്റ് ഇറങ്ങുന്നില്ല. ആകെ ഫുൾ ഓട്ടം ശോകമാണ്. ഇന്നൊന്നും ഒട്ടും ഓട്ടമില്ലായിരുന്നു. എന്നാൽ പിന്നെ 2 ദിവസം വീട്ടിൽ ചെന്ന് നിന്നിട്ട് വരാമെന്ന് കരുതി. ഞാനും കൊച്ചുകൂട്ടൂടെ വീട്ടിൽ പോവാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 12:15 തട്ടയുടെ ഫ്രൈഡ് റൈസ് കഴിക്കുക. ഞാനും ഉണ്ട്, അവനും ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇതെവിടെയാണ് സ്ഥലം? വൈറ്റിലല്ല, ഒബ്രോമോളിൻ്റെ ഇപ്പുറത്ത് റോഡ് സൈഡിലൊരു തട്ടടയുണ്ട്. തട്ടടയിൽ നമ്മൾ നല്ല ചൂട് ഫ്രൈഡ് റൈസും ചൂട് ചില്ലി ചിക്കനും കഴിക്കുകയാണ് ഗൈസ്. ചില്ലി ചിക്കൻ ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചത്. ഫ്രൈഡ് റൈസ് 120 രൂപയുള്ളൂ. നല്ല ഫ്രൈഡ് റൈസാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അധികം സോസ് ഒന്നും ചേർന്നിട്ടില്ല. നല്ലൊരു ഫ്രൈഡ് റൈസാണ്. ഇതും കഴിച്ചിട്ട് ഇനി ഇവിടെ നേരെ വീട്ടിൽ പോവാം. കട്ടൻ ചായ ഉണ്ട്. ഇനിയിപ്പം വ്യാഴാഴ്ച വൈകിട്ടേ വരത്തുള്ളൂ രാത്രി. ഓട്ടം തീരെയില്ല എന്ന് പറഞ്ഞാൽ നല്ല മോശമാണ്. അതിൻ്റെ കൂടെ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം കാരണം ദുബായ്, ഖത്തർ, ഒമാന്, കുവൈറ്റൊക്കെ വ്യോമപാത അടച്ചില്ലയോ. എയർപോർട്ടിലൊന്നും ഫ്ലൈറ്റും വരുന്നില്ല, ഓട്ടോ ഇല്ല. എയർപോർട്ടിലൊന്നും ഓട്ടോ ഇല്ല. ഫ്ലൈറ്റ് വന്നിറങ്ങിയാലേ ഓട്ടോ ഉള്ളൂ. മൊത്തത്തിൽ ഇവിടെ ഓഫ് സീസണാണ്. അടുത്ത മാസം അവസാനമാവും ഓട്ടം പഴയ രീതി ആവാനൊക്കെ. ഓട്ടം തീരെ ഇല്ല, ഭയങ്കര മോശം ഓട്ടം. എന്നാൽ പിന്നെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒട്ടും ഓട്ടമില്ലാണ്. രാവിലെ ഇറങ്ങിയിട്ട് തുച്ഛമായ പൈസ കൊണ്ടേ ഓടിയുള്ളൂ. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് വിശക്കുന്നു. അപ്പോൾ കഴിച്ചിട്ട് വന്നു. ഇനി പോകുന്ന വഴിക്ക് കടയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ കയറി ഫ്രൈഡ് റൈസ് കഴിക്കുക. വെട്ടി മെഴുകുന്നുണ്ടോ? ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ട്? ഇതാ തട്ടുകടയാണിത്, പേരൊന്നുമില്ല. അവിടെ ഇരിക്കുന്ന ബായ് കൊച്ചൂട്ടുവിനെ നോക്കി ട്യൂൺ ചെയ്യുന്നു. അവൻ കൊച്ചൂട്ടുവിനെ നോക്കി ട്യൂൺ ചെയ്യുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ബാബ്സിന്റെ ഹോണുള്ള വണ്ടി പോകും. ആ ദോസ്തിനകത്താണ് ബാബ്സിന്റെ ഹോണുള്ളത് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇവനാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. ഇനി നേരെ വീട്ടിലോട്ട് പോകാം. സമയം 12:45, 1:45, 2:45, 3:45. 4 മണിയാകുന്നതിന് മുന്നേ. 4 മണിയാകുമ്പോൾ എത്തും ഇല്ലയോ? 4 മണിയാകുമ്പോൾ എത്തും. 12 മണി, 1 മണി, 12:40. 3:30 ആകുമ്പോൾ വീട്ടിൽ എത്തും. അടൂരെത്തുള്ളൂ. 4 മണിയാകുമ്പോൾ വീട്ടിൽ എത്തും. അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നപ്പം ഊബർ ഓടുന്ന 2-3 സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെന്താ വിശേഷം? നമുക്കൊരു വിശേഷമില്ല. നിങ്ങൾക്ക് വല്ല വിശേഷം? അവർക്കൊരു വിശേഷമില്ല. ഇവന് താമസിക്കാതെ വിശേഷം വരും. പിന്നെ വീട്ടിൽ പോയി 2 ദിവസം വീട്ടിൽ നിന്നിട്ട് വരാം. ഇനി വ്യാഴാഴ്ച വൈകിട്ട് ഇനി വരത്തുള്ളൂ. അവിടെ നല്ല ലെഫ്റ്റ്, വൈറ്റിലെ ചെന്നിട്ടാ ലെഫ്റ്റ്. വഴി അറിയത്തില്ല. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനി രാത്രി ഓടുക, വീട്ടിൽ ചെല്ലുക, കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക. പോകുന്ന വഴിക്ക് ഭയങ്കര മഴയാണ്. മഴ ഭയങ്കരമായില്ല, ഭയങ്കരമായി വരും. എന്റെ അണ്ണാക്കിലൂടെ ഈറ്റിങ് ചെയ്ത് ഇല്ല.
എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പന്തികേട് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെയായി? എൻ്റെ മുഖത്തൊരു കള്ളത്തരമുണ്ട്. ആ ഫുള്ള് മഴയാണ്, സീനാണ്. കള്ളച്ചിരി ഇരിക്കുന്നത്. അപ്പം റോഡ് സൈഡിലൊക്കെ അരേ ലീലാമണി പൈസ ദേദോ ബായ്, അരേ ലീലാമണി പൈസ ദേദോ ബായ്. റോഡ് കൊച്ചിയിൽ രാത്രി ആയി കഴിഞ്ഞാൽ റോഡിന്റെ അപ്പുറം ഇപ്പുറത്തെ അവസ്ഥ ഇതാ, സത്യം പറയാനല്ലോ. അതുകൊണ്ട് കാണിച്ചു കൊടുക്കായിരുന്നു. ഇവിടെ വൈറ്റിലേക്കാണോ ഇല്ലയോ? വൈറ്റിലേല് പാലാരിവട്ടം കഴിഞ്ഞ് അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ. അപ്പം എല്ലാവർക്കും ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴേലും കാണാം. ബൈ. ശരി.